റിയൽമിയുടെ റിയൽമി 12 Pro Plus എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 30,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 12 Pro Plus എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിന്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യം എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഫോണിന്റെ ക്യാമറ നമുക്ക് എടുത്തു വരേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സലിന്റെ 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. സോണി IMX 890യുടെ മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മെയിൻ ക്യാമറ സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. എന്നാലും എടുത്തു വരേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഫോണിൽ 64 മെഗാ പിക്സലിന്റെ 2.6 അപ്പേഴ്സിൽ വരുന്ന ഒരു പെരിസ്കോപ്പ് ലെൻസ് വരുന്നുണ്ട്. ഇത് OmniVision OV64Bയുടെ സെൻസറാണ്. ഇതിലും OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3x ഒപ്റ്റിക്കൽ സൂമും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ നമുക്ക് പെരിസ്കോപ്പ് ലെൻസ് കിട്ടാറില്ല. എന്നാൽ ഈ ഫോണിൽ അത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ 8 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഓൺ പേപ്പർ അത്യാവശ്യം നല്ല ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇതാണ് എടുത്തു വരേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ബാക്കി ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. OLED പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ Pro XDR പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 93% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 2160 Hz PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 950 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 196 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.75 mm ആണ്. പിന്നെ IP65 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിന്റെ നാവിഗേറ്റർ ബിഗ്, സബ്മറൈൻ ബ്ലൂ, അതുപോലെ തന്നെ എക്സ്പ്ലോറർ റെഡ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്ന് പറയാൻ പറ്റില്ല. ഇത് ജസ്റ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് ഗെയിമിംഗ്, പെർഫോമൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ സ്കിപ്പ് ചെയ്തിട്ട് വേറെ ഫോണുകൾ നോക്കാവുന്നതാണ്. ഇത് ഭയങ്കര പെർഫോമൻസ് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോണാണ് എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ക്യാമറയും അതുപോലെ തന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 9 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിന്റെ ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 12GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ഡൈനാമിക് റാം എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 12GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫോൺ വെട്ടനീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് 3D VC കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, 8GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 29,999 രൂപയാണ്. 8GB റാം 256GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 31,999 രൂപയാണ്. അതുപോലെ തന്നെ 12GB റാം 256GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 33,999 രൂപയാണ്. ഇനി ഫെബ്രുവരി 6 മുതലാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ICICIയുടെ കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2,000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിന്റെ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ക്യാമറ ഫീച്ചേഴ്സും അതുപോലെ തന്നെ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഒക്കെയാണ്.
പക്ഷേ പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണല്ല. ഹൈലൈറ്റ് എന്ന് പറയുന്നത് ക്യാമറയും ഡിസ്പ്ലേ ഒക്കെയാണ്. അപ്പം അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ഫോണുകൾ നോക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പെരിസ്കോപ്പ് ലെൻസ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.